Kerala and Karnataka, the glow of purity. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത്, എന്നെ പോലെ ഇവിടെ ഇരിക്കുന്ന പലരും ഈ കഞ്ഞി ഇതുവരെ കുടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട ചെയർമാനാണ് ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത്. പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. സംശീത ഫിറോസ് അതുപോലെ സ്വാഗതം ആശംസിക്കാൻ അറിയിക്കുന്നതിന് വേണ്ടി അത് എന്തുകൊണ്ടാണ്, എന്തിനാണ്, ഇങ്ങനെയൊക്കെ ഇതൊക്കെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. ആ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹിച്ച ഒരാളാണ്. കാരണം ഈ കർക്കിടകത്തെക്കുറിച്ചും അതുപോലെ തന്നെ കഞ്ഞിയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ വേണ്ടി ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ കൗൺസിൽ ആയതുകൊണ്ട് ആ സമയത്ത് കൗൺസിലർമാർക്ക് ആർക്കും വരാൻ അത് സാധിച്ചിട്ടില്ല. എങ്കിലും നമ്മുടെ ഈ കർക്കിടക്കഞ്ഞുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാസർഗോഡ് നഗരസഭ അതുപോലെ തന്നെ ആയുർവേദിക് ആശുപത്രി, ഈ ദൈവം തന്ന ഔഷധമാണ്. ദൈവം തരുന്ന ഔഷധം എന്ന് വേറെയാണ്. നമ്മളിനി എന്ത് കെമിക്കൽ കൊണ്ട് രോഗം സുഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ഈ ആയുർവേദത്തിൽ കൂടി സുഖപ്പെടുത്തുന്ന രോഗം അതൊരു പക്ഷേ കുറേ സമയങ്ങൾ ദൈർഘ്യം കൂടുകയായിരിക്കും. ഒരു അസുഖത്തിന് മാറ്റാനുള്ള ദൈർഘ്യം കൂടുമായിരിക്കും. പക്ഷേ അത് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് മറ്റുള്ള അവയവങ്ങൾക്ക് യാതൊരു കേടുപാടും പറ്റുന്നില്ല എന്നതാണ് ഈ ആയുർവേദികമായിട്ടുള്ള ബോധന്മാരുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ആയുർവേദിക് മരുന്നിനെ കുറിച്ച് നമ്മളിപ്പം ചിന്തിക്കുന്ന ആയുർവേദിക് എന്ന് പറയുന്നത് ഒരു പച്ചമരുന്ന് പഴയ കാലത്ത് പനി വരുമ്പോൾ ഉപയോഗിക്കാനുള്ളത്, അല്ലെങ്കിൽ ജലദോഷം വരുമ്പോൾ ഉപയോഗിക്കാനുള്ളത്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. പക്ഷെ അതല്ല, എല്ലാ അസുഖങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആയുർവേദിക് സ്പെഷ്യൽ ഡോക്ടർമാർ തന്നെയുണ്ട്. കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും അല്ലെങ്കിൽ വലിയ അസുഖങ്ങളായാലും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള മരുന്ന് ഈ അടുത്ത കാലത്തായിട്ട് വരുന്നത്. ഈ വലിയ വലിയ ആശുപത്രികളുണ്ട്. ആ ആശുപത്രിയുടെ കീഴിൽ തന്നെ ഇപ്പോൾ ആയുർവേദിക്കിൻ്റെ മരുന്നുകൾ വെക്കുന്ന അല്ലെങ്കിൽ ആയുർവേദിക് ഡോക്ടർമാരെ വെച്ച് പരിശോധിക്കുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ആയുർവേദിക് കാസർഗോഡ് നഗരത്തിലെ എല്ലാ വീടുകളിലും എത്തണം. അപ്പോൾ കർക്കിടക്കഞ്ഞി എന്ന് പറയുമ്പോൾ എത്തിക്കുമ്പോൾ ഇത് എവിടുന്നാണ് ഇങ്ങനെ ഒരു തുടക്കം കൊടുത്തത്? കാസർഗോഡ് മാത്രമാണോ? അല്ല. അപ്പോൾ ആയുർവേദിക് ആശുപത്രിയും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എല്ലാവരും കരുതുന്ന
കുടുംബശ്രീയാണ് ഇപ്പോൾ എല്ലാ മേഖല ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള ചികിത്സ എന്ന് പറയുമ്പോൾ സാധാരണ ആശുപത്രിയെ പ്രൊമോട്ട് ചെയ്യുന്നത് അവരുടെ ലാഭത്തിന് വേണ്ടിയാണ്. പക്ഷെ കാസർഗോഡ് നഗരസഭയുടെ കീഴിലുള്ള ഈ ആയുർവേദിക് ആശുപത്രി എന്ന് പറയുന്നത് നമുക്ക് വലിയ പൈസ ചെലവുള്ള സംഗതിയാണ്. അവിടെ ഒരു OP എടുക്കാനൊരു 10 രൂപയുടെ ചെലവ്, റൂമിൽ താമസിക്കാനുള്ള ചെലവുകളില്ല. പക്ഷെ അത് മറ്റുള്ള ജില്ലക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്, മറ്റുള്ള സംസ്ഥാനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലുള്ള ആളുകളും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അവിടുത്തെ രോഗികളുടെ രജിസ്ട്രേഷൻ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ഉയർച്ചയിലേക്ക് കാസർഗോഡ് എത്തിയിട്ടുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലുള്ള ആളുകളെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് കാസർഗോഡ് നഗരസഭ ഇങ്ങനെ ഒരു ദൗത്യവുമായി ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വന്ന സുഖം പ്രാപിക്കുന്നതിന് നമുക്ക് വളരെ സന്തോഷമുള്ളത്. പക്ഷേ നമ്മുടെ ആളുകളും കൂടി ആ ആശുപത്രി സന്ദർശിക്കുകയും അവിടുത്തെ മരുന്നുകളെക്കുറിച്ച് അവിടുത്തെ ഡോക്ടർമാർ എല്ലാം ഒന്നിനൊന്ന് മെച്ചമുണ്ട്. ഇപ്പോൾ നേരത്തെ ഒരു CM ഉണ്ടായിരുന്നു, ഇപ്പോൾ വന്ന CM സ്വപ്ന, അതുപോലെ തന്നെ മറ്റുള്ള ഡോക്ടർമാർ, അവരുടെ ഡോക്ടർമാർ രോഗികളോടൊക്കെ കൃത്യമായി പെരുമാറി അവിടെ വരുന്ന ആളുകൾക്ക് ഒരു ആശ്വാസം തന്നെയായിരിക്കും. അത്ര കൃത്യമായിട്ടാണ് അവർ സംസാരിക്കുന്നത് രോഗികളോട്. അപ്പോൾ അത്ര നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്. ജനങ്ങളുടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ക്ഷമിക്കുന്നു. ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും തീർച്ചയായും ഞങ്ങളെക്കാൾ വളരെയധികം കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടാവും. നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. കർക്കട കഴിഞ്ഞ് എന്താണെന്നും ആയുർവേദികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നും കൃത്യമായി ഇവിടെ പ്രതിപാദിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയുമായി ഏറ്റവും ഇണങ്ങിയ ഒരു ചികിത്സയാണ് ആയുർവേദ ചികിത്സ. തീർച്ചയായും പഴയകാലത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് നേരത്തെ ഇവിടെ മഴക്കാലവുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ നടത്തിയിരിക്കുകയാണ്. വിവിധ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും കൃത്യമായ അവബോധം ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ഈ പ്രകൃതി ചികിത്സയിൽ തീർച്ചയായും നമ്മളും ഉണരേണ്ടതുണ്ട്. നമ്മളൊക്കെ വളരെയധികം സ്പീഡായിട്ടുള്ള ചികിത്സയായ അലോപ്പതിയിലേക്കാണ് കൂടുതൽ ആൾക്കാരും പോകുന്നത്. അത് പോകേണ്ടത് സമയങ്ങളിൽ ആവശ്യം പോലെ അത് പോകേണ്ടതുണ്ട്. പക്ഷേ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ ആയുർവേദിക്കും കൂടി പരീക്ഷിക്കേണ്ടതുണ്ട്. തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ ആയുർവേദികമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളെക്കാളും കൂടുതൽ നിങ്ങൾ ഗ്രഹിച്ചതുകൊണ്ട് നമ്മൾ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ കാസർഗോഡ് മത്സരാധ്യക്ഷൻ ശ്രീ അബ്ബാസ് ബിജുമാർക്ക് വേദിയിലും സദസ്സിലുമുള്ള മാസം എന്ന് പറഞ്ഞാൽ അതിന് സാങ്കേതിക വിഷയം എൻ്റെ അമ്മയ്ക്കും അറിയില്ല, എനിക്കും അറിയില്ല. ഡോക്ടർമാരാണ് വിശദീകരിക്കുന്നതോടെ മോനെ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ശരീരം ഇളമക്കൊള്ളുന്ന മാസമാണ്. അതുകൊണ്ട് ഉള്ള രോഗങ്ങളെല്ലാം ആ മാസം പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഈ മരുന്ന് മുട്ടുകൾക്ക് വെച്ചിട്ട് കഞ്ഞി കുടിക്കുകയാണെങ്കിൽ അത് ശരീരത്തിന് ആ രോഗാവസ്ഥ തുടർന്ന് മാറും. അമ്മൂമ്മയ്ക്ക് അറിയില്ല, എനിക്കും അറിയില്ല. പക്ഷെ ഏകദേശം അമ്മൂമ്മ നല്ലപോലെ ആയിരുന്ന പ്രായത്തിൽ അമ്മൂമ്മ വെച്ചിരുന്ന കുറച്ച് കർക്കിടകഞ്ഞി കുടിച്ചിട്ടുണ്ട്. ശ്രീമതി വൈസ് ചെയർപേഴ്സൺ കർക്കിടകഞ്ഞി കുടിച്ചിട്ടേ എന്ന് പറഞ്ഞു. അതായത് ഞാൻ ഒന്ന് രണ്ട് തവണയെങ്കിലും കർക്കിടകഞ്ഞി കുടിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ ഭക്ഷണം ഒത്തിരിയാണ്. ഏതായാലും ഇന്ന് ഈ ഒരു ചടങ്ങിൽ ഇവിടെ കർക്കിടക കഴിഞ്ഞ് കുടിക്കാനുള്ളവരാണ്. മറ്റ് സാങ്കേതിക കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട ഡോക്ടർമാർ മുസ്ലിം സിവിൽ സംശയ ഫിറോസ് അത് വ്യക്തമായിട്ട് എല്ലാവരും ഇവിടെ നമ്മുടെ ഡോക്ടർമാർ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും പ്രിയപ്പെട്ട സെക്രട്ടറി പറഞ്ഞതിൻ്റെ തീർച്ചയായിട്ടും തന്നെ ഞാൻ പറയുകയാണ്.
ശരീരത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ശരീരത്തിൽ ഏറ്റവും രോഗാതുരമായ ഒരവസ്ഥ എന്നാണ്, അല്ലെങ്കിൽ ശരീരത്തിൽ ഏറ്റവും രോഗം ബാധിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് കർക്കിടക മാസം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ ഒരു മാസത്തിൽ പരമാവധി നമ്മുടെ പാമ്പും തൊടിയിലുള്ള എല്ലാ വിധത്തിലുള്ള ആയുർവേദ ഔഷധങ്ങളും ഒരുപക്ഷെ നമ്മൾ വെറുതെ കരുതപ്പെടുന്ന പുല്ല് പോലും ചിലപ്പോൾ ഒരുപക്ഷെ ഔഷധമാണ്. അതുപോലെ നമ്മുടെ മറ്റുള്ള മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപക്ഷെ നമുക്ക് ഏറ്റവും നല്ല പോലും ചിലപ്പോൾ വിഷമയമായി മാറുന്നു. അതിൽ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ മുരിങ്ങയില ഏറ്റവും നല്ലൊരു ഇനവർഗത്തിലുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ്. പക്ഷേ കർക്കിടക മാസത്തിൽ സാധാരണ ഉപയോഗിക്കാറില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ പറമ്പിലെ കാണുന്ന ചൊറിയണം, നമ്മുടെ ദേഹത്തിലൊക്കെ തട്ടിയ ചൊറിയുന്ന ഒരു സാധനം ഒരു ഇലയുണ്ട്. അത് ഒരുപക്ഷെ കർക്കിടക മാസമാകുമ്പോൾ അതിൻ്റെ ചൊറിയില്ല, അത് തോരൻ വെച്ച് കഴിക്കാൻ സാധിക്കും. ഒത്തിരിയേറെ ഗുണങ്ങളുള്ളൊരു സാധനമാണ് മനസ്സിലാക്കാൻ കഴിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ഇതുപോലുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മുടെ പറമ്പുകളിലൊക്കെ ഉണ്ട്. അത്തരം നമ്മുടെ പേരിലേക്കെല്ലാം തുടർന്ന് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉള്ള സപ്പോർട്ട് എപ്പോഴും തന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. അതോടുകൂടി തന്നെ ഇന്നത്തെ പ്രത്യേകിച്ചുള്ള പരിപാടി കർക്കിടക കഞ്ഞിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരമൊരു സംരംഭം ഒരുക്കി തന്നതിന് പ്രത്യേക ആശംസകൾ എല്ലാവർക്കും നൽകുകയാണ്. അതോടൊപ്പം ഈ ഒരു ഔഷധക്കഞ്ഞി ഇന്നൊരു ദിവസം കഴിച്ചു കൊടുക്കാനുള്ളതല്ല, നമുക്ക് നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ വ്യാധിക്ഷമത്വം കൂട്ടുന്നതിനും നമ്മുടെ ദഹനശക്തിയൊക്കെ വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ്, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംരംഭം കാലാകാലങ്ങൾക്ക് മുൻപേ തുടങ്ങി വെച്ചിട്ടുള്ളത്. മിനിമം നമ്മൾ ഇത് സംഘടിപ്പിച്ച് തുടർന്ന് നമ്മുടെ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് ഔഷധക്കഞ്ഞിയിലേക്ക് കുറച്ച് പേരെങ്കിലും ഇത് തുടരാനായിട്ട് ഒരു പ്രചോദനം കൂടെ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഞാനിവിടെ ജോയിൻ ചെയ്തതിന് ശേഷം കാണുന്നത് ആയുർവേദത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനായി എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന നഗരസഭയുടെ പ്രവർത്തനങ്ങളാണ്. അപ്പൊ ആ ഒരു പ്രവർത്തനങ്ങൾക്കും പിന്തുണയ്ക്കും അതോടൊപ്പം ഇന്നത്തെ പ്രോഗ്രാമിനും ചെയർമാൻ അടക്കം വൈസ് ചെയർപേഴ്സൺ, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കം നഗരസഭയുടെ എല്ലാ സാരഥികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിലും ആശുപത്രിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇവിടെ പങ്കെടുക്കുകയും ഈ ക്ലാസ് എല്ലാം കേൾക്കുകയും ഒരുപാട് സംശയങ്ങൾ അപ്പം നിങ്ങൾ ചോദിക്കുമ്പോഴാണ് മനസ്സിലായത് ഇത്രയധികം മിഥ്യാധാരണകൾ ആയുർവേദത്തെ കുറിച്ച് നിങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലായത് ഈ ക്ലാസ്സിൽ നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ്. അപ്പൊ അതറിയാൻ കഴിഞ്ഞിട്ട് ഒരുപാട് സന്തോഷം. ഞങ്ങളെ കേട്ടതിന് ആയുർവേദത്തിന് നൽകിയ പിന്തുണയ്ക്ക് എല്ലാത്തിനും നന്ദി. നമ്മൾ നിർബന്ധമായിട്ട് ഒരു അയൽക്കൂട്ടത്തിൽ നിന്ന് 2 പേര് എത്തിച്ചേരണമെന്ന് പറഞ്ഞതാണ്. വളരെ കുറഞ്ഞു പോയി. അല്ലെങ്കിൽ 600ഓളം ആൾക്കാർ എങ്ങനെ ഇരുന്നാലും ഒരു അയൽക്കൂട്ടത്തിൽ നിന്ന് 2 പേര് വന്നാലും 600ഓളം പേര് നമ്മുടെ അയൽക്കൂട്ടത്തിന് എത്തേണ്ടതാണ്. ഇപ്പം ഞങ്ങൾ നേരിട്ട ബുക്ക് കണ്ടപ്പോൾ വളരെ വിഷമിച്ചു പോയി. എന്ന് വെച്ചാൽ ആകെ 145 പേരാകും വന്നത്. അപ്പോൾ നമ്മളെ അയൽക്കൂട്ടങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ നമ്മൾ സഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ നഗരസഭ വിളിച്ച കാര്യത്തിനായാലും നമുക്കിപ്പോൾ കുറേ ക്ലാസ് എടുത്തിട്ടില്ല ഇത് വന്നിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെറുതെ വിളിക്കുന്നതല്ലാതെ. അപ്പോൾ നിങ്ങൾ വന്നവർ വർദ്ധിപ്പിക്കപ്പെട്ടിട്ട് കാര്യമില്ല. എന്നിരുന്നാലും നിങ്ങൾ പോയി പറയണം. നമ്മൾ ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗ മധുരമാമന്തരീക്ഷം. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗ മധുരമാമന്തരീക്ഷം. വിധുരയാം രാധയെപ്പോൾ എനിക്കെന്നെത്തും വിലപിക്കാൻ മാത്രമാണ് യോഗം. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗ മധുരമാ
എല്ലാവർക്കും നമസ്കാരം. സംഗീത ഉപകരണങ്ങളോടെ അകമ്പടികളില്ലാതെ ഒരു ഗാനത്തിൻ്റെ സ്വരങ്ങൾ ശബ്ദവിജികൾ കൊണ്ടും താളം കൈകൾ കൊട്ടിയും മറ്റും ഒരു ഗാനം അതിൻ്റെ പൂർണ്ണതയിൽ ആക്കുവാൻ സംഗീത ഉപകരണങ്ങളില്ലാതെ ചിട്ടപ്പെടുത്തി മനോഹരമായ ഒരു ഹാർമണി സൃഷ്ടിച്ചുകൊണ്ട് ആലപിക്കുന്ന രീതിയാണ് അക്കപ്പല്ല. ഈ രീതിയിൽ ഇറ്റാലിയിലാണ് ആദ്യമായി ഒരു ഗാനം ചിട്ടപ്പെടുത്തി ആലപിച്ചത്. കോട്ടയം ജില്ലാ പോലീസിൽ ജോലി ചെയ്യുന്ന സംഗീത സംവിധായകനും ഗായകനുമായ സബ് ഇൻസ്പെക്ടർ ജോയ് PA വരികൾ എഴുതി സംഗീതം നൽകി കോട്ടയം ജില്ലാ പോലീസിലെ സേനാംഗങ്ങൾ ആലപിച്ച് മനോഹരമായ സംഗീതത്തിലെ ഒരു വ്യത്യസ്തമായ ഈ രീതി നിങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കുന്നു. വെയിലിലും മഴയിലും എല്ലാ പ്രതിസന്ധികളിലും പരിഭവമോ പരാതികളോ ഇല്ലാതെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷകരായി കാവൽ നിൽക്കുന്ന കേരള പോലീസിലെ എല്ലാ സേനാംഗങ്ങൾക്കും ഇത് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ജോലി ചെയ്യുന്ന കേരള പോലീസിലെ എല്ലാ സേനാംഗങ്ങൾക്കുമായി ഈ സംഗീത ശില്പം സമർപ്പിക്കുന്നു. പുലരി മുതൽ തെരുവരികിൽ പൊരിവെയിലിൽ കരുതൽ നിൽക്കും ഞങ്ങളെന്നും നിങ്ങളോടൊത്ത് ഒരു മനമായി ഒരു സ്വരമായി ഒരു ലയമായി പുതുനിനമായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം ഗീതം ഗീതം. പുലരി മുതൽ തെരുവരികിൽ പൊരിവെയിലിൽ കരുതൽ നിൽക്കും ഞങ്ങളെന്നും നിങ്ങളോടൊത്ത് ഒരു മനമായി ഒരു സ്വരമായി ഒരു ലയമായി പുതുനിനമായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം ഗീതം ഗീതം. സ്നേഹഗീതം ഗീതം ഗീതം. Gapagapagari sa padani madani madani sawagari sa nisa nisa nisa. പരിഭവമൊന്നും ഇല്ലാതെ ഞങ്ങൾ നീരിന്റെ നിറവിൽ നിൽക്കൂ. പരിസരമൊന്നും നോക്കാതെ ഞങ്ങൾ കാവലായി കരുതലായി നിൽക്കൂ. വേദനകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ പരിമിതികൾ ഉണ്ടെങ്കിലും ഞങ്ങൾ മൃദുഭാവേ ദൃഢകൃത്യേ മൃദുഭാവേ ദൃഢകൃത്യേ നിയമത്തിൻ കാവലിനായി ജീവിപ്പൂ നിയമത്തിൻ കാവലിനായി ജീവിപ്പൂ. പുലരി മുതൽ തെരുവരികിൽ പൊരിവെയിലിൽ കരുതൽ നിൽക്കും ഞങ്ങളെന്നും നിങ്ങളോടൊത്ത് ഒരു മനമായി ഒരു സ്വരമായി ഒരു ലയമായി പുതുനിനവായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം ഗീതം ഗീതം. പുലരി മുതൽ തെരുവരികിൽ പൊരിവെയിലിൽ കരുതൽ നിൽക്കും ഞങ്ങളെന്നും നിങ്ങളോടൊത്ത് ഒരു മനമായി ഒരു സ്വരമായി ഒരു ലയമായി പുതുനിനവായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം ഗീതം ഗീതം. സ്നേഹഗീതം ഗീതം ഗീതം.
Kerala and Karnataka, the glow of purity. ചില ബന്ധങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അതിന്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാനാവില്ല. 4 നൂറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മറ്റേതിനേക്കാളും മികച്ചത് നൽകുമെന്ന ഉറപ്പ് എന്നെ ഞാനാക്കി മാറ്റി. ശരിയാണ്, അത് അത്രമേൽ അമൂല്യമാണ്. യഥാർത്ഥ 916 സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ഷോറൂം സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി ചെറുവത്തൂരിലും പൊന്നിന് പൂക്കാലം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുവത്തൂർ, കേരള, കർണാടക. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com.